നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഒരു 1-2 ആഴ്ച എടുത്ത് നോക്കിയാൽ വാർത്തകളുടെ ഒരു പ്രവാഹമാണ്. കുത്തൊഴുക്കാണ് ദേശീയ അന്തർദേശീയ നമ്മുടെ എല്ലായിടത്തും. അതുകൊണ്ട് നമ്മൾ ഈ ഇസ്രായേലൊക്കെ പലരും വിട്ടുപോയി അല്ലേ? നമ്മൾ സ്ഥിരം ഇസ്രായേൽ സ്പെഷ്യലിസ്റ്റുകൾ എന്നുള്ള നിലയിൽ അതൊക്കെ വിട്ടുപോയി. അല്പം ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനെ അവരെ തൂതുവല വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നതല്ലേ? അത് അങ്ങോട്ട് ചെല്ലാരിക്കാനുള്ള വിദ്യയാണത്. അല്ല, പക്ഷെ എന്തല്ലേ നമ്മുടെ വില, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളാണ്. സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ഒരുത്തന്നിരുന്നുകൊണ്ടാണ് അവിടെ പ്രസിഡന്റ് കസേര ഇരുന്നുകൊണ്ടാണ് ഈ പരിപാടി കോപ്പിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഇത്തരം വാർത്തകളിലേക്ക് ഞാൻ വിദേശത്തോടൊക്കെ യാത്ര ചെയ്യാറുണ്ട്. നമുക്കിവിടെയുള്ളൊരു സ്വാതന്ത്ര്യവും നമുക്കിവിടെയുള്ളൊരു പേഴ്സണൽ ലിബർട്ടി മറ്റൊരിടത്തുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മോദിയെ കുറ്റം പറയും, രാജ്യത്തെ കുറ്റം ഈ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആയതുകൊണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ആയതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന മാതൃകാ രാജ്യങ്ങളിലൊന്നും ഇവിടെ മുസ്ലിം വംശഹത്യ എന്ന് പറഞ്ഞ് ബഹളം വെക്കും. ഇവർക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഫലസ്തീന് വേണ്ടിയിട്ട് ഒരു പ്രകടനം നടത്താൻ UAE പറ്റുമോ? പറ്റില്ല. സൗദി പോട്ടെ, അതെ, UAE പറ്റും. നടക്കില്ല. ഇവിടെ നമുക്ക് എന്തും ചെയ്യാം. എന്നിട്ട് അവർ പറയുന്നു ഇവിടെ ഒന്നുമില്ല. അല്ല, ഇത് വളരെ വിചിത്രമാണ്. കാരണം നമ്മൾ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി പറഞ്ഞു, അവരുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന് വേണ്ടി ഇന്ത്യ രാജ്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളൊരു കടമയാണ്. അവർ പഠിച്ച ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യയോട് എന്നും ഒരു അടുപ്പം. അവരുടെ ആ ജനതയെന്ന് ആലോചിച്ച് നോക്കി, അവരുടെ രാഷ്ട്രപിതാവിൻ്റെ മകളെയാണ് അവരിപ്പം രാഷ്ട്രപിതാവിനെ പട്ടാളം പിടിച്ചല്ലേ അതിന്റെ ഭാര്യയും മക്കളെ ഈ വരാന്ന് രക്ഷപ്പെട്ട സ്ഥലത്തിൽ അതുകൊണ്ട് രക്ഷപ്പെട്ടാണ്. എല്ലാവരും പിടിച്ചൊന്നില്ലേ ഇവർ. ഒരു വല്ലാത്ത രാജ്യമാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശ് കേട്ടിടത്തോളം. നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ഒരു സുരക്ഷിതങ്ങളെ വേണ്ടി ആയിരിക്കാം. പക്ഷേ അത് വല്ലാത്തൊരു നമുക്ക് വലിയ നിലവേനയാണ്. കാരണം പാക് ഭീകര രാഷ്ട്രത്തിന്റെ കിഴക്കൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയ അഭയാർത്ഥികളെ. അപ്പോൾ അതൊന്ന്. പിന്നെയാണ് ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരാണ് നമ്മൾ ഏറ്റവും ഈ കഴിഞ്ഞ ദിവസം ആരോ തമാശ പറയായിരുന്നു, ഈ കാറുകൾ വിൽപ്പനയുടെ പരസ്യം ഡോക്ടർ ഉപയോഗിച്ചിരുന്ന കാറിന് സ്ഥിരം പണ്ട് അതിനിടയ്ക്ക് 3 ഡോക്ടർമാരെ വിട്ടു അയച്ചു. അവരെല്ലാം നിരപരാധികളാണെന്ന് പറഞ്ഞ് മീഡിയ വഴിയിലൊക്കെ ഒരു വാർത്ത വന്നു. അത് അങ്ങനെയല്ല. ചില ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു മാത്രം അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഠിച്ചാണെന്നൊരു വാർത്ത ഇടയ്ക്ക് അതും വ്യാജമായിരുന്നു. അത്തരത്തിൽ വ്യാജ വാർത്തകളൊക്കെ ധാരാളം വരാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഫിലോക്കാലിയ ജിജിയും മാരിയും എങ്ങനെ. എനിക്കതിൽ ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ട ഒരാളെന്നല്ലേ പറയാം. അത് ഇത്രയും ചർച്ചയാവാൻ കാരണം, സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ചയാവാൻ കാരണം ഇവർ രണ്ടും പറഞ്ഞ് സദാചാര പ്രസംഗമാണ്. വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നല്ലോ സദാചാര പ്രസംഗം. ഇവർ ഭയങ്കര കുടുംബജീവിതം, അതുകൊണ്ടാണ് ഇതായത്. പിന്നെ ഈ വിഷയം മനസ്സിലാക്കിയ ആളെന്ന് രണ്ടുപേരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ട്. പക്ഷേ കുഴപ്പം കുറച്ച് കൂടുതൽ ജിജിയുടെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ രണ്ടുപേരോട് സംസാരിച്ച ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ അതങ്ങ് അസ്തമിച്ചു പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും എനിക്ക് അയാളോട് സിമ്പതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മാരിയോ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് വരികയും അത് പ്രസംഗിക്കുകയും ചെയ്ത കാരണം ഇസ്ലാമിൻ്റെ വലിയ ശത്രുവാണ്. ഇവിടെ ക്രൈസ്തവ മതം അയാൾ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. 30 കൊല്ലം അയാൾ ക്രിസ്ത്യാനിയാണ്. 30 വർഷം. എന്നിട്ട് അയാളെ ഈ ക്രിസ്ത്യൻ മതത്തിലെ കാസ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇയാൾ ഭയങ്കര ജിഹാദിയാണെന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ച് ആ ഒരു തൃശങ്കൂലം നമ്മൾ എന്ന് പറഞ്ഞ അയാളുടെ അവസ്ഥയാണ്. ഇപ്പൊ ഭാര്യയും കൂടെ കൂടും ഈ പ്രചരണത്തിന് വേണ്ടിയിട്ട്. അവര് ക്രിസ്ത്യൻ തന്നെയാണല്ലോ. അല്ല, അപ്പൊ അവരോട് കൂടും ഇപ്പൊ ഈ പ്രചരണത്തിന് വേണ്ടി. അപ്പൊ ആകപ്പാട് കിട്ടും. വല്ലാത്തൊരവസ്ഥയാണ് അയാളെ നേരിടുന്നത്. പിന്നെ ഉണ്ടല്ലോ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയും ചെയ്തു. ഇങ്ങനെ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് പിണറായിയാണ്. കാരണം ഈ മെഡിക്കൽ കോളേജിലെ മരണം, പിന്നെ കുറെ ആത്മഹത്യകൾ, അത് തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നു. ആത്മഹത്യ ശ്രമങ്ങൾ. ഇന്നൊരു കോൺഗ്രസ് നേതാവ് ആലപ്പുഴയിൽ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ നെടുമങ്ങാട്ട് ഒരു വനിതാ നേതാവ്, പിന്നെ BJP നേതാവ്, അവർ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നു. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ മരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ ജീവിച്ചിരുന്നാൽ ഇവർക്ക് ഈ ഒരു പൊതുസമൂഹത്തിൽ ഇടപെട്ട് പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവർ അവിടെ മരിച്ചു, അവരുടെ ജീവിതം കൊണ്ട് നശിച്ചു പോകും. അല്ല, ഇത് ഈയിടയ്ക്ക് ഞാൻ രമേശ് ചെന്നിത്തല ഒരു ഇൻ്റർവ്യൂ ഏതൊരു യൂട്യൂബ് ചാനൽ കണ്ടിരുന്നു. അദ്ദേഹം പുതിയ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ചില സ്ഥാനങ്ങളിൽ ലഭിക്കാതെ വേഗത അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രിയാകാൻ അവർ 91-ൽ മമതയാക്കി. അന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റാണ് ചെന്നിത്തല. സംസ്ഥാന പ്രസിഡന്റായിരുന്ന മമതയെ മന്ത്രിയാക്കി. അപ്പോൾ അദ്ദേഹം പലപ്പോഴും അന്ന് ശങ്കർദയാൽ ശർമ്മ രാഷ്ട്രപതി അദ്ദേഹത്തെ കാണുമ്പോൾ അത് വലിയ പ്രശ്നം അടുപ്പായിരുന്നു ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നമ്മളെ പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടി അങ്ങനെ ഒരു പദവി നിഷേധിച്ചാൽ ഇറങ്ങിപ്പോവുകയും ബഹളം വയ്ക്കുകയും ചെയ്യരുത്. നാളെ നമ്മുടെ അവസരം വരും. അപ്പോൾ 69 ഞാൻ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിന്നെ വർഷങ്ങളോളം എനിക്ക് ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല, പതിറ്റാണ്ടുകൾ. അത് കഴിഞ്ഞ് പിന്നെ ഗവർണർ സ്ഥാനം കിട്ടുന്നു, വൈസ് പ്രസിഡന്റ് ആവുന്നു, പ്രസിഡന്റ് ആവുന്നു, അങ്ങനെ അങ്ങ് പോയി. അദ്ദേഹം പറയുന്നത് ഞാൻ ഒതുങ്ങി നിന്നു, ഞാൻ ബഹളം ഉണ്ടാക്കാൻ പോയില്ല, എനിക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബഹളം വെച്ചില്ല എന്നാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ എത്തിയാൽ ഉടൻ തന്നെ എനിക്ക് സ്ഥാനം വേണമെന്നുള്ളതാണ്. ഒരുപാട് പേരുണ്ട്.
എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കുറേ വേറെ സംഭവങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആത്മഹത്യ ഒരു വശത്തെ, മറുവശത്ത് അട്ടിമറികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഒരു BJP-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും CPM BJP അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. ഇവർക്കൊന്നും യാതൊരു ആശയ ദൃഢതയില്ല. ഇല്ല, ആശയ ദൃഢത ഇല്ല എന്നോട് നമുക്ക് മനസ്സിലായി. ആശയത്തിന്റെ പേരിലല്ല ഇവരാരും ആശയ ദൃഢതയില്ല. നമ്മളെ പോലുള്ളവരൊക്കെ ചീത്ത വിളിക്കും. ഇപ്പൊ സംഘി ഗുങ്കി ഗിങ്ങി എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കും. ഇവരൊക്കെ ഇന്നലെ വരെ നേതാവായിട്ട് നടന്നിട്ട് അവസാനം സീറ്റ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ചാടുന്നു. ഇനി ഒരു കാര്യം കൊണ്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷൈൻ ചെയ്യുന്നതാണ്. രാഹുൽ ഇപ്പോൾ ബുദ്ധിപരമായിട്ട് അയാളുടെ ഈ വീട് നിർമ്മാണ പരിപാടിയുടെ ഭാഗമായിട്ട് നടിമാരെ കൊണ്ടുവരിക. നമ്മുടെ മറ്റേ അതിനു മുമ്പ് ഒരു വേറൊരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി. അങ്ങനെ ഈ നടിമാരെ കൊണ്ടുവന്ന് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ കയറി ചീത്ത വിളിക്കും. അപ്പോൾ വാർത്ത, അല്ലെങ്കിൽ ആ പാലക്കാട് മാത്രം അറിയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും രാഹുൽ കയറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യമുള്ള നമ്മുടെ ട്രീ കട്ടർ ചാനൽ, അമ്മയുടെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. ട്രീ കട്ടർ ചാനലുകാരെ കോൺഗ്രസ്സുകാരുമായിട്ട് ധാരണയിലെത്തി. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് ചർച്ചയ്ക്ക് വിടാൻ തുടങ്ങി. ഇപ്പോൾ ട്രീ കട്ടർ സുധാകർ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ചർച്ചയ്ക്ക്. ഇപ്പൊ ആരാണ് തീരുമാനിച്ചെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ലെന്ന് പലരും പറയുന്നു. പക്ഷേ ഈ ട്രീ കട്ടർ ചാനൽ മോലാലി ഒരു ഇന്റർവ്യൂ കൊടുത്തു, 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളി മറുനാടനെ കുറേ വെല്ലുവിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ മറുനാടിന് ഞാൻ കേസ് കൊടുക്കുന്നില്ല. ഇന്നും വന്നിട്ടുണ്ട് നോട്ടീസ്. അവരെ നോട്ടീസ് ഏറ്റവും കൂടുതൽ കേസ് നമുക്കെതിരെ കൊടുത്തിട്ടുള്ള ഒരു കക്ഷികൾ ഈ ട്രീ കട്ടർ ചാനലാണ്. അപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യം അപ്പോൾ ആലോചിച്ചു. അത് മാത്രം മതി ഇവർ പറഞ്ഞ കള്ളത്തരത്തിൻ്റെ കണക്കറിയാൻ വേണ്ടിയിട്ട്. വല്ലാത്ത വിചിത്ര ജീവിതം. ഇതിനൊക്കെ പറയാണ് കോടിയുടെ ബിസിനസ് ഉണ്ട്, കച്ചവടം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കാനുള്ളവർക്ക് പണം കൊടുത്താൽ പോരെ. മഞ്ഞളാംകുഴിയിൽ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. മഞ്ഞളാംകുഴിയിൽ എന്നോട് പറഞ്ഞതാണ്, ഈ മഞ്ഞളാംകുഴിയിൽ ഇയാളുടെ 18 കോടി രൂപയാണ് പോകുന്നത് ഈ ട്രീ കട്ടർ ചാനൽ കൊടുക്കുന്നത്. ഈ 18 കോടിയിൽ 15 കോടിയാണ് ആദ്യം ഇടപാടിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നത്. പിന്നെ 13 കോടി ഇയാൾ കുഴപ്പത്തിലാന്ന് അറിഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊടുത്താണ് 3 കോടി. 15 കോടി കിട്ടാൻ വേണ്ടി കൊടുത്താണ് 3 കോടി. അങ്ങനെ 18. എന്നോട് പറയുകയാണ്, നിങ്ങളുടെ വാർത്തയൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ ഈ 18 കോടി കൊടുത്തു. ഞാൻ ചോദിച്ചു, അതെന്താ? അവരോട് 10 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളങ്ങ് വീണു പോകുന്നു പറഞ്ഞു. അത്ര മിടുക്കാണ്. ആ ഒരു പ്രാഗൽഭ്യമായിരിക്കും അയാൾ. ഇത്തരത്തിലുള്ള പല ആളൊക്കെ ആ ഒരു പ്രത്യേകതയുണ്ട്. കൺവിൻസിങ് സംസാരിക്കാൻ അറിയാം. നമുക്കൊന്ന് ശരിയാണല്ലോ ഇവർ പറഞ്ഞാണ് സത്യം, നേരത്തെ നമ്മൾ കരുതിയിരുന്ന എല്ലാം തെറ്റാണല്ലോ. അല്ല, അത് വിശ്വസിപ്പിക്കുക. എൻ്റെ സുഹൃത്ത് ടോമിച്ചൻ കൊഴുവിനെ ലണ്ടനിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ കണ്ടു, ഭയങ്കര കറക്റ്റാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ടോമിച്ചൻ അതാണ് അയാളുടെ പ്രത്യേകത, പറയുന്നതെല്ലാം പച്ചക്കള്ളം. അയാൾ മാംഗോ ഫോണ്ട് ഇതെല്ലാം പറഞ്ഞ് എല്ലാം കള്ളം. സത്യം എന്ന് പറഞ്ഞാൽ 7 അയൽവക്കത്തോലും പോയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിഷയമല്ല. 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ പിണറായി വിജയൻ ഈ വിവാദങ്ങൾ ഇങ്ങനെ ഒരുപാട് കത്തിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നുണ പറഞ്ഞും വ്യാജ പരിപാടി നടത്തി ജീവിച്ചു പോകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് 2 ആക്രമണമുണ്ടായി. ഇന്ന് 2 സാധാരണഗതിക്ക് കോടതികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇപ്പം പഴയ പോലെയല്ല. പണ്ട് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ഒക്കെ, ഈവൻ നയനാരുടെ കാലത്ത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ഒക്കെ കടുത്ത വിമർശനമായിട്ട് കോടതി വരാറുണ്ടായിരുന്നു. സീസറിന്റെ ഭാര്യ സംശയത്തിന് പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞ് ഇവർക്ക് രാജിവെക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കോടതിയിൽ നിന്ന് കർശനമായ ഒരു താക്കീതൊക്കെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏറ്റാലോ ഗൗനിക്കാത്ത തരത്തിലുള്ള. അപ്പം ഇന്ന് തികച്ചും ശക്തമായ ആഘാതമുണർത്തുന്ന 2 ആക്രമണം സർക്കാരിനെതിരെ ഉണ്ടായി. വേണ്ടതുപോലെ അവർ ഗവനിക്കത്തില്ല. സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ ആണെങ്കിൽ വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തത്. സർക്കാരിനെതിരെ കോടതിയുടെ വിമർശനം വലിയ കാര്യമല്ല. നേരെ തിരിച്ചിപ്പുറത്തായിരുന്നെങ്കിലോ രാജിവെച്ചത്. ഒന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ട വൈഷ്ണയാണ്. വൈഷ്ണയുടെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വൈഷ്ണയുടെ പിന്നെ എന്താണ് വോട്ടർ പട്ടിക എന്നവരെ പേര് ഇവരെല്ലാം കൂടെ പരാതി കൊടുത്ത് പേര് നീക്കം ചെയ്തു. മത്സരിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ എന്തായാലും അവർ അടിയന്തരം കോടതി സമീപിച്ചത് കാര്യമായി. കോടതി എന്ന് പറഞ്ഞത് അവസരം അടിയന്തരമായി ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കണം. 19-ാം തീയതി ഈ വൈഷ്ണയുടെ കാര്യത്തിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയായിട്ട് എനിക്ക് തോന്നുന്നത് വൈഷ്ണയുടെ കാര്യത്തിൽ എനിക്ക് വളരെ വളരെ സങ്കടം തോന്നി. ഒരു പക്ഷേ വൈഷ്ണ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മറ്റാരും ജയിച്ചില്ലെങ്കിലും വൈഷ്ണ ജയിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒരു വീഡിയോ, ഇതോടെ ഇവന്മാർക്ക് കുരുപൊട്ടി. അങ്ങനെ ഈ മുട്ടട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മുട്ടട എന്ന് പറഞ്ഞ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ കഴിഞ്ഞ തവണ അവരുടെ സിറ്റിംഗ് സ്ഥാനാർത്ഥി മരിച്ചതിന് ശേഷം പുതിയൊരു സ്ഥാനാർത്ഥി കൂടെ മത്സരിച്ചപ്പോൾ ഇവരുടെ ഭൂരിപക്ഷം 270 കുറഞ്ഞു. 1000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് 270 കുറഞ്ഞു. അവിടേക്കാണ് വൈഷ്ണയെ പോലൊരു മിടുക്കി വരുന്നത്. നമ്മൾ ആലോചിക്കണം വൈഷ്ണയുടെ പ്രത്യേകത. 24 വയസ്സ്. ഈ 24 വയസ്സിനിടയിൽ വൈഷ്ണ ടെക്നോ പാർക്കിൽ ജോലിക്കാരിയാണ്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുക. പാർട്ട് ടൈമായിട്ട് അവൾ ഈവനിങ് ലോ പഠിക്കുകയാണ്.
ഇവള് കർണാടക പ്രസ്താവിത ജേർണലിസം ജേർണലിസം പഠിച്ചതാണ്. കർണാടക സംഗീതത്തിലെ വിദഗ്ധയാണ്. ബാസ്കറ്റ് ബോൾ കളിക്കും, ചാനലുകളിൽ അവതാരകയാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇവൾ ഒരു സർവകലാ വല്ലഭ എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള, കഴിവുള്ള, സ്വന്തമായി അധ്വാനം ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു വശത്ത്. മറുവശത്ത് ഇവളുടെ കഴിവ് കൊണ്ട് അവളെ അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നല്ല. ഇപ്പൊ പലപ്പോഴും ഇപ്പം വീണ ജോർജ് എങ്ങനെയാണ് MLA ആയി മന്ത്രിയാവുന്നത്? മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് മാത്രമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് മറ്റൊരു പശ്ചാത്തലം. നികേഷ് കുമാർ ആവുന്ന എന്തിനാ? രാഘവന്റെ മകനാണ്. CPM കുറെ സ്വത്തുക്കളുടെ മേൽ നോട്ടമുണ്ട്, ഈ പാർട്ടിക്ക് സ്വത്തിൻ്റെ മേൽ നോട്ടമുണ്ട്. അങ്ങനെയാണ് നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇവരങ്ങനല്ല. ഇവർ വട്ടിയൂർക്കാവ് യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ വട്ടിയൂർക്കാവ് വൈസ് പ്രസിഡന്റ് ആണ്. അവിടെ വിമൻസ് കോളേജിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട്. വിമൻസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വിമൻസ് കോളേജിൽ KSU രാഷ്ട്രീയം കളിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. യൂണിവേഴ്സിറ്റി കോളേജ് ചെയ്യുന്നതിന്റെ വേറെ പതിപ്പാണ്. അങ്ങനെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അടിത്തറയുള്ള ഒരു കോൺഗ്രസ്സുകാരി സർവകല വല്ലഭ. അവര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ്. അവർ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അവർ എന്നിട്ട് ഒരു കള്ളവോട്ട് ചെയ്തെന്നാണ് ഇവർ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. അതിൽ ആലോചിച്ച് നോക്കി, വോട്ടേഴ്സ് ലിസ്റ്റ് അവരുടെ പേരുണ്ട്. ഈ സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അവരുടെ പേര് അവർ മാറ്റുന്നതും അട്ടിമറിക്കുന്നത്. ഇതാരും മറിച്ചു? CPMന്റെ പരാതിപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഇത് ചെയ്തു? അതാണ് ചോദ്യം. അതെ, അത് അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യമായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് രാജ്മോഹൻ ഇതിൻ്റെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവരൊരു ഇന്ത്യൻ പൗരയാണ്. അവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റണം. അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് മുട്ടടയെങ്കിൽ മുട്ടട, അമ്പലമൊക്കെ എവിടെയെങ്കിലും അവർക്ക് വോട്ടുണ്ടാവണം. അവർക്കൊരു വോട്ടുള്ളത് കൊണ്ടാണ് അവർ വേറെ കൊടുക്കാതിരുന്നത്. അങ്ങനെ അവർക്ക് വോട്ടുണ്ടായിട്ട് ആ വോട്ട് മത്സരിക്കാൻ നേരത്ത് വെട്ടിക്കളഞ്ഞ് വോട്ടവകാശം പോലും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇവരാണ് മോദിയെ ചീത്ത വിളിക്കുന്നത്. രസമല്ല, ഇതിന് വേറെ ആൻറ്റി ക്ലൈമാക്സും കൂടെ ഉണ്ട്. അത് ഇന്ന് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ പരാതി കൊടുത്ത ആളിൻ്റെ വീട്ടിൽ 22 പേരുടെ ആ നമ്പർ വെച്ച് 22 പേർക്ക് വോട്ട് അവൻ തന്നെ സംബന്ധിച്ചു. സാങ്കേതിക വശമാണ്. ഇതേ സാങ്കേതിക വശം ഇവർക്ക് സംഭവിച്ചു. സാങ്കേതിക വശം എവിടെയും സംഭവിക്കാം. എൻ്റെ അമ്മയ്ക്ക് ആദ്യം ഈ വോട്ടേഴ്സ് ID കിട്ടുമ്പോൾ എത്ര നേരം പ്രായം വെച്ചിരുന്നു? 14 വയസ്സുണ്ടായിരുന്നു. ഇത് മനുഷ്യൻ എഴുതിയെടുക്കുന്ന സാധനമാണ്. എപ്പോഴും തെറ്റ് സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇതുമില്ല. ഒരു സാങ്കേതിക കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വോട്ടവകാശം നിഷേധിക്കുക, സ്ഥാനാർത്ഥികളുടെ അവകാശം നിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. ഇവരാണ് മോദി ജനാധിപത്യം അട്ടിമറിക്കുന്നു. വോട്ടേഴ്സ് എന്താണ് സമഗ്ര SIR പേര് കിടന്ന് ബഹളം വെക്കുന്നു. ഈ SIRും വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. SIRന്റെ കാര്യത്തിൽ പലപ്പോഴും CPMന്റെ ഇരട്ട കപടമുഖത്തിൻ്റെ ഒരു ഉദാഹരണം SIR എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് വൈഷ്ണയെ ഇവർ വെട്ടിക്കളയുവാണ്, അർഹതയുള്ള വോട്ട്. അതേസമയം BJPക്കാർക്ക് സ്വാധീനമുള്ളിടത്തായിരുന്നു ഇങ്ങനെ സംഭവം നടന്നെങ്കിൽ CPMും മീഡിയാവും കൈരളിയും ഒക്കെ ഭയങ്കര ബഹളം വെച്ചിങ്ങനെ വിളിച്ചപ്പോൾ CPMകാർ എത്തിയില്ല. അങ്ങനെയാണ് പോയത്. എന്തിനേറെ അപ്പീൽ കൊടുക്കാൻ പോയപ്പോൾ കളക്ടർ കൂട്ടാക്കിയില്ല, കൂടെ സ്വീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ആലോചിച്ച് നോക്കി. അതായത് കളക്ടർ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. സത്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നാഷണൽ തെരഞ്ഞെടുപ്പ് രണ്ടാണ്. ഇവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് മറ്റേ നാഷണൽ കമ്മീഷന്റെ ഇവിടുത്തെ പ്രതിനിധി. ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. അതെ. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആളെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നതാണ്. അയാൾ പാർട്ടി സർക്കാർ പറഞ്ഞ പോലെ ചെയ്യൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ അപ്പീലും കളഞ്ഞ് ഈ അവസാനമാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇവരില്ല എന്നുള്ള പറഞ്ഞു. അപ്പം ഇങ്ങനെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും ഇവർ ജനാധിപത്യത്തിന് വേണ്ടി ബഹളം വെക്കുകയും ചെയ്യുക. SIRന് വേണ്ടിയിട്ട് അവർ ബഹളം വെക്കുവാണ്. ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടാണ്. അപ്പം ഞാൻ നമ്മളാ പെൺകുട്ടിയായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ആ സ്ഥാനാർത്ഥി ആയതിനു ശേഷം. അപ്പം ഞാൻ ശബരിനാഥിനൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ഇക്കാര്യത്തിൽ. അപ്പോൾ അവരൊക്കെ നിരാശരായിരുന്നു. അവർ പറഞ്ഞ സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കളഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പീൽ പോയാലൊന്നും അപ്പീൽ സർക്കാരിൽ ഇവരുടെ കളക്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ അപ്പീലാണ്, ഉറപ്പാണല്ലോ. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നത് മാത്രമല്ല കളക്ടറാണല്ലോ ആണ്. സാധാരണഗതിക്ക് ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാറില്ല. അതാ വലിയൊരു ഡേഞ്ചർ. അത് നമ്മളിപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നല്ല, ഒരു തെരഞ്ഞെടുപ്പിലും പൊതുവെ ഹൈക്കോടതി ഇടപെടാറില്ല. ഇപ്പം ഈ നേഴ്സിംഗ് കൗൺസിലിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ജാസ്മിൻ ഷാക്ക് അവർ വളരെ ഭംഗിയായിട്ട് ക്യാമ്പയിൻ നടത്തി. അവർ ഏകദേശം 1 ലക്ഷത്തിലധികം വോട്ട് അവർക്ക് കിട്ടി. പക്ഷേ അവരെല്ലാവരുടെയും വോട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ കള്ള വോട്ടാണെന്നൊരു ആരോപണം ഉന്നയിച്ചിട്ട് കറക്റ്റ് വോട്ട് ചെയ്താണ് CPMന്റെ പാനൽ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ കിടക്കാൻ തുടങ്ങി മാസങ്ങളായി.
ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇവരെന്ത് ചെയ്യും, പിറ്റേ ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കും. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വെച്ച് സ്വന്തക്കാരവിടെ വയ്ക്കും. അല്ല, പിറ്റേ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കും. എന്നിട്ട് അവർ കോടതി ചെന്ന് പറഞ്ഞു ഓൾറെഡി ഇലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു, ഞങ്ങൾ ഭരണം തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പൊതുവെ കോടതിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിനകത്ത് ഇടപെടണം. കാരണം ഇത് ഡിലേ ആവും. ഈ പ്രശ്നം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് കോടതി ഇടപെടാൻ തുടങ്ങിയാൽ തെരഞ്ഞെടുപ്പ് ഡിലേ ആവും. അതുകൊണ്ട് ഒരു ആനുകൂല്യമുള്ളതുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി. അതാണ് നമ്മുടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബെഞ്ചിലാണ് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നീതിബോധം അറിയാമല്ലോ. അദ്ദേഹം തീർച്ചയായും ഇടതുപക്ഷക്കാരനാണ്, എടുത്തു പറയണം, നമ്മളത് പറയാതിരിക്കരുത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുണ്ട്. ഈ പഴയ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അത് മാത്രമല്ല എ കെ ജി ഉൾപ്പെടെയുള്ള ഒളിവിൽ താമസിച്ചുള്ള വീടാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുണ്ട്. പക്ഷെ അദ്ദേഹം നീതി വിട്ട് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഇവരുടെ പിണറായി കമ്മ്യൂണിസം അല്ല, ഒന്നുമില്ല, നീതി അനുസരിച്ച് മാത്രം അനുസരിച്ച് പ്രവർത്തിക്കും. നമുക്കൊരു ഒരു എന്താ പറയുക, നമ്മുടെ കേസുണ്ടായപ്പോൾ ഒരിക്കൽ നമ്മളെ സംരക്ഷിച്ച അദ്ദേഹമാണ്. അതായത് നീതി അദ്ദേഹം നോക്കത്തുള്ളൂ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ബോബി ജമ്മണ്ണൂരെ പിടിച്ചാകത്തിട്ട് ആവശ്യമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ രാജ്മോഹൻ ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയാണ് 24 വയസ്സ് മാത്രമുള്ള ഒരു യുവതിയെ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്? അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, മത്സരിക്കാനുള്ള അവകാശം നിങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. കോർപ്പറേഷൻ കയറി അതിബുദ്ധി കാരണം കക്ഷി ചേർന്നിരുന്നു. കോർപ്പറേഷൻ എന്ത് കാര്യം കോടതി നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാര്യം ചോദിച്ചു. അപ്പം തന്നെ പൊളിറ്റിക്സ് ആണെന്നുള്ള കാര്യമുള്ളൂ. ഈ കോർപ്പറേഷനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി കക്ഷി ചേരാൻ എന്ത് കാര്യം ഇരിക്കുന്നു? അപ്പം ഇവരുടെ പൊളിറ്റിക്കൽ മൂവ് ആണ് എന്നുള്ളതിന് അവർ തന്നെ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കോർപ്പറേഷൻ നിയമോപദേഷ്ടമാരെന്ന് അന്വേഷിച്ച് നോക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവിടെ പോയി കേസ്. അല്ലാതെ ഇങ്ങനെ പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ അന്യായങ്ങൾ നടക്കുമ്പോൾ നീതി ദേവത നമ്മൾ പറയുമല്ലോ, നീതി ദേവതയുടെ ഇടപെടൽ. എനിക്ക് നമ്മുടെ കേസിൽ ഇപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് ഒരു കോടതി നടക്കുക, നമ്മളുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് കോടതി നടക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ തെളിവുകളും എല്ലാ രേഖകളും ഉണ്ട്. വലിയ വാദങ്ങൾ നടക്കുകയാണ്. ഈ വാദത്തിനിടയിൽ അവരുടെ ഒരു രേഖ അവരുടെ വക്കീലെടുത്ത് വായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വക്കീൽ പെട്ടെന്ന് 1 മിനിറ്റ് നിർത്തി നമുക്ക് അനുകൂലമായ രേഖയാണ് വായിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വക്കീല് ആ രേഖ എടുത്തിട്ട് ഈ കസ്റ്റമേഴ്സിന് പരാതി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഇപ്പം കസ്റ്റമേഴ്സിന് പരാതി ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു. അതിൻ്റെ രേഖ അവർ തന്നെ ഹാജരാക്കിയിരിക്കുന്നു. ആലോചിച്ച് നോക്കി. ഇതെന്ന് വെച്ചാൽ വലിയ അന്യായങ്ങൾ നടക്കുമ്പോൾ നീതിദേവത തനിയെ പ്രവർത്തിക്കും. ആ നീതിദേവതയുടെ പ്രവർത്തനം കൊണ്ടായിരിക്കും ഇതൊരു അത്ഭുതം സംഭവിക്കുന്നത്. ബാക്കിയൊക്കെ സാങ്കേതികമായി ഒരുപക്ഷെ മറുഭാഗത്തായിരിക്കും ശരി. അപ്പോൾ നീതി തോൽക്കപ്പെടാൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നീതിദേവത തനിയെ ഇടപെട്ടിട്ട് ഒരു തെളിവായി മാറുന്ന സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഈ കുഞ്ഞികൃഷ്ണൻ ബെഞ്ചിൽ ചെല്ലുന്നത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ബെഞ്ചിൽ ചെല്ലുന്നു. കുഞ്ഞികൃഷ്ണൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അവസരം നിഷേധിക്കാൻ പറ്റുന്നത്? 2 ദിവസത്തിനകം കളക്ടർ തീരുമാനം എടുത്തോണം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസം ഇവർ 2 ദിവസത്തിനകം പെൺകുട്ടിക്ക് അനുവാദം കൊടുക്കണം കോടതി പറഞ്ഞിട്ടില്ല. 2 ദിവസം തീരുമാനം എടുക്കണം. ഇവർ ഈ തീരുമാനം ഈ അപ്പീൽ തള്ളിക്കളയാനും ഇവർക്ക് മത്സരിക്കാൻ യോഗ്യതയിൽ നിന്ന് പറയാനാണ് സാധ്യത. പക്ഷേ അവിടെ ഒരു പോസിറ്റീവ് സൈഡ്, കോടതി ഓൾറെഡി ഇടപെട്ട കേസായ കാരണം കോടതി സാധാരണഗതിക്ക് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കോടതി വിശദമായി പഠിക്കത്തില്ല. കാരണം തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ, ഞങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് കോടതിയുടെ വിധി. അതാണ് ശരി. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോടതി ഇടപെട്ടാൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റേ വന്നാൽ കംപ്ലീറ്റ് കോളാവും. ഇവിടെ ഇത്രയും വലിയ അന്യായമായതുകൊണ്ട് ഒരു പക്ഷേ കോടതികൾ മാധ്യമ വാർത്ത കണ്ടിട്ടുണ്ടാവാം. ഇത്രയും വലിയ അന്യായമാണ് കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ, കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് തന്നെ ഈ അപ്പീൽ തള്ളിയാലും കോടതിക്ക് പറയാം പറ്റത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഇപ്പോൾ വലിയ കേരളത്തിൽ മുഴുവൻ ചർച്ചയാവുന്നു. അത് പിടികിട്ടില്ല, ആ ഒരു തരത്തിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല പേടിച്ചിട്ടാണ് CPM ഇവൾ ജയിക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പാട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഇടപെടൽ അസാധാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നമ്മൾ ചർച്ചയിൽ ഒരു വിഷയവും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കോടതി തന്നെയാണ് ജസ്റ്റിസ് ഇന്ന് മറ്റൊരു കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ തോന്നുന്നു, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെയോ ജസ്റ്റിസ് മുഹമ്മദ് നിയാസിൻ്റെ ആരോ ഒരു ബെഞ്ചിലാണ് വന്നിരിക്കുന്നത്. അസാധാരണ ഒരു വിധി. ആ വിധിയുടെ ചരിത്രം നോക്കണം. അത് INTC നേതാവ് ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ പെടാപ്പാട് വിടുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ തുടങ്ങിയതിൽ കുറേ കാലം കൊണ്ട് തുടങ്ങിയതാണ്. ഈ ചന്ദ്രശേഖരൻ തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഒരിക്കൽ നിരാഹാരം കടന്നപ്പം നാരങ്ങ നീര് കൊടുക്കാൻ വന്നത് പിണറായി വിജയൻ. അതായത് ഇളമരം കരിയുമോ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് ചന്ദ്രശേഖരൻ. അയാൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് നിൽക്കുന്നു, INTCയുടെ നേതാവായിട്ട് നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ പിണറായിയുടെയും CPMൻ്റെ ആളാണ്.
പൂർണ്ണമായും സംരക്ഷിക്കുന്ന പിണറായിയാണ്. ജീവിതത്തിൽ ഇന്നവരെ പിണറായിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പിണറായി ഇന്നവരെ ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഇയാൾ പക്ഷേ കോൺഗ്രസിന്, അതാണ് ഈ കേരളത്തിലെ ഈ ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ, ഈ കുട്ടിക്കുടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ ചന്ദ്രശേഖരൻ്റെ വിഷയം എന്നാണ്. ഈ കടകംപള്ളി മനോജ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ മിടുക്കനായ ഇച്ഛാശക്തിയുള്ളൊരു പൊതുപ്രവർത്തകനുണ്ട്. അയാളാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. എത്രയോ കാലമായിട്ട് നടക്കുകയാണ്. ഇയാൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ, രാഷ്ട്രീയക്കാരൻ തന്നെ, ഒരു രതീഷ് എം ഡി ആയിരിക്കുമ്പോൾ ഈ ഗാട്ടിമരയിൽ നിന്ന് ഇല്ലാത്ത കശുവണ്ടി ഇറക്കുമതി ചെയ്തെന്ന് കാണിച്ച് കോടികൾ വെട്ടിച്ചു. കോടികളുടെ വലിയൊരു മൊത്തത്തിൽ നോക്കിയിട്ട് 100-200 കോടിയുടെ 200 മുതൽ 300 വരെ കോടി പാവപ്പെട്ടവർ ജോലി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറികൾ ഈ സ്ഥാപനത്തിൽ തട്ടിപ്പാറുണ്ട്. എന്നിട്ട് ഈ കടകംപള്ളി മനോജ് ഇതിന് പിന്നാലെ നടന്നു, അന്വേഷണം നടത്തി. ഏതാണ്ട് 11 പരാതികളിലും 11 അന്വേഷണത്തിലും അഴിമതി സ്ഥിരീകരിച്ചു. ധനവകുപ്പിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു, വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു, പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇതിനകത്ത് അഴിമതി നടന്നു എന്ന് സ്ഥിരീകരിച്ചു, കംപ്ലീറ്റ് എടുത്തു. പക്ഷെ അനുമതി നടന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ പുറത്ത് പ്രോസിക്യൂഷൻ നടപടി നടക്കണമെങ്കിൽ അനുമതി കൊടുക്കണം. സർക്കാർ അനുമതി കൊടുക്കത്തില്ല. അനുമതി കൊടുക്കത്തില്ല, അനുമതി നിഷേധിക്കുക, നീട്ടുമല്ല, അനുമതി നിഷേധിക്കുന്നു. ഒടുവിൽ ഇയാൾ എന്ത് ചെയ്തു? ഹൈക്കോടതി കൊണ്ടുപോയി ഈ തെളിവുകൾ സഹിതം കൊണ്ടൊക്കെ അവതരിപ്പിച്ചു. ഹൈക്കോടതി കൊണ്ട് കൊടുത്തിട്ട് ഹൈക്കോടതി ഇത് ഞെട്ടലോടുകൂടി ഇതെല്ലാം വലിയ അഴിമതിയാണല്ലോ എന്താണെന്ന് പറഞ്ഞിട്ട് CBIയുടെ കേസെടുക്കാൻ പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചു. CBIക്ക് ചില പരിമിതികളുണ്ട്. അവരെ 50-60 കോടിയുടെ മാത്രമേ അവർ പോയുള്ളൂ, ബാക്കി അവർ വിട്ടു. എന്നിട്ട് ഇവർ ഈ കേസ് അന്വേഷണം മുഴുവൻ നടത്തിയിട്ട് കൊണ്ടുപോയി പ്രോസിക്യൂഷൻ അനുമതിക്ക് കൊടുത്തപ്പോൾ അനുമതി നിഷേധിക്കും. പക്ഷെ CBI എന്ത് ചെയ്തു? ഈ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നെങ്കിലാണ് അനുമതി വേണ്ടത്, അല്ലാതെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ അനുമതി വേണ്ട. CBI എന്ത് ചെയ്തു? അഴിമതി നിരോധന നിയമപ്രകാരം മാറ്റിവെച്ചിട്ട് നേരെ തട്ടിപ്പേ മാറ്റാനാണ് ക്രിമിനൽ കേസ് CBI അങ്ങ് രജിസ്റ്റർ ചെയ്തു. അപ്പം ഇയാൾ വിചാരണയ്ക്ക് സമ്മതിക്കത്തില്ല. ഹൈക്കോടതി പോയി, സിംഗിൾ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, സുപ്രീം കോടതി വരെ പോയി. ചന്ദ്രശേഖരൻ എല്ലാം തള്ളി. സുപ്രീം കോടതി വരെ പറഞ്ഞു ഇത് അഴിമതിയാണ്, കേസെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുക, സുപ്രീം കോടതി വരെ പോയി ഒരു വശത്ത് നടക്കുന്നു ഇയാൾ ഇതിനെതിരെ. അതേസമയം അഴിമതി നിരോധനം കൊടുത്തിരുന്നല്ലോ, ആ കേസിൽ അനുമതി കൊടുക്കണമെന്നും പറഞ്ഞ് ഈ മനോജ് ഹൈക്കോടതി പോയിരുന്നു. വേറെ മറ്റേത് CBI അന്വേഷണത്തിന് കൊടുത്തിരുന്നതാണ്, അതായത് CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്നു, അനുവാദം മേടിക്കുന്നു. CBI ആദ്യം കൊണ്ട് കൊടുക്കുമ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം പറ്റാത്തതുകൊണ്ട് അവർ മറ്റേത് കൊടുത്ത് അതിനെതിരെ ചന്ദ്രശേഖരൻ പോകുന്നു, അത് സുപ്രീം കോടതി വരെ പോയി തള്ളുന്നു, അതവിടെ കിടക്കുന്നു. മറുവശത്ത് മനോജ് കൊണ്ട് അനുമതി കൊടുക്കണമെന്ന് സർക്കാരിന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തു, കോടതി ഉത്തരവിട്ടു. അവരെന്നിട്ടും അനുമതി കൊടുക്കത്തില്ല. വീണ്ടും മനോജ് പോയി, അനുമതി കൊടുക്കത്തില്ല. 3 തവണ ഹൈക്കോടതി പോയി. 3 തവണ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ അനുമതി കൊടുക്കൂ, ഇത് അഴിമതിയാണെന്ന് പറഞ്ഞു. സർക്കാർ നിരസിക്കുക. കോടതി 3. ഇന്ന് ഇത് 4ാം തവണ വീണ്ടും പോയി. അപ്പോൾ ഓരോ സാങ്കേതിക കാര്യം പറഞ്ഞു തള്ളു. 4ാം തവണ പോയപ്പോൾ ഇന്ന് കോടതി എടുത്തിട്ട് അലക്കി എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാത്ത ലോകം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണല്ലോ ഇടതുമുന്നണി അധികാരത്തിൽ വന്നത്. ഇതാണോ നിങ്ങൾ എന്തിനാണ് അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കോടതി എടുത്തിട്ട് അങ്ങലക്കി. ഞാൻ പറഞ്ഞത് സാധാരണ ഇന്നും നമ്മുടെ കേരള ഹൈക്കോടതി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ട ജസ്റ്റിസ് കെമൽ പാഷ മറ്റേ മാനസാറിനെ പറഞ്ഞത്, അതുപോലെ ജസ്റ്റിസ് ശ്രീധരൻ ഉണ്ടായിരുന്നു. കരുണാകരനെതിരെയൊക്കെ കടുത്ത ആരോപണം ഉന്നയിക്കുമായിരുന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ശക്തമായ ഒരു ഇടം, കാരണം അത് സഖികെട്ടു കോടതി. അല്ല, ഇളവരം കരീമിനും ഈ ചന്ദ്രശേഖരനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ മുതലാളിമാർ രംഗത്തുണ്ട്. അവരെ മറ്റു പല കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും താല്പര്യമൊക്കെ സംരക്ഷിക്കണം. സ്വാഭാവികമായി പിണറായി വിജയനും അവരും എല്ലാം ഒറ്റക്കെട്ടായതുകൊണ്ട് തന്നെ ഈ തൊഴിലാളി യൂണിയൻ രാഷ്ട്രീയം തന്നെ തട്ടിപ്പാണ്. ഇപ്പം ഞാൻ ഈ CA കുര്യൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് നേതാവൻ ദീർഘകാലം CA കുര്യൻ മരിച്ചുപോയി, പറയുന്നത് മോശമാണ്. ദീർഘകാലം അദ്ദേഹം അവിടെ തോട്ടം തൊഴിലാളികളുടെ നേതാവായിരുന്നു. ഈ എന്നോട് അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ മാനേജ്മെന്റ് പ്രതികളോട് ഞാൻ സംസാരിച്ച ആ സമയം ഞാൻ ദീപിക വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ടാറ്റയുടെ ദാമു. അപ്പോൾ അവരൊക്കെ ആയിട്ട് പരിചയം. അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ മാനേജ്മെൻറ്റ് കുര്യനെ അറിയിക്കും, ഞങ്ങൾ ഇത്രയാണ് ശമ്പളം കൂട്ടാൻ പോകുന്നത്, ഞങ്ങൾ കൂട്ടാൻ പോകുന്ന ശമ്പളം 3% എന്ന് പറയും. അപ്പോൾ കുര്യൻ പറയും നിങ്ങൾ 2 പ്രഖ്യാപിക്കാവൂ, ഞങ്ങൾ 5 വേണമെന്ന് പറയും. 3 അവസാനിക്കും. ഇതാണ്. എന്നിട്ട് സമരം പ്രഖ്യാപിക്കും.
പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു ദിവസം പണി മുടക്കും, ബഹളം വെക്കും, പ്രതിഷേധിക്കും, ചർച്ച നടത്തും, 3 ആക്കും. എന്നോട് ഈ ടാറ്റയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അന്ന് ഈ കണ്ണൻദേവൻ്റെയിലെ ഉയർന്ന ദാമുവല്ല, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെയാണ് ഈ ധാരണ പോകുന്നതെന്ന്. മാത്രമല്ല രസകരമായ കാര്യം, ടാറ്റ കമ്പനി അവിടെ മൂന്നാറിലുള്ള ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് താമസിക്കാൻ വേണ്ടി അവരെ എസ്റ്റേറ്റ് മാനേജർമാർക്കുള്ള ഗംഭീര ബംഗ്ലാവുണ്ട്, ഇത് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം തട്ടിപ്പാണ്. അപ്പോൾ ഇവർ ഈ അഴിമതി നടത്തിയിട്ട് ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇടതും വലതും ഒരുമിച്ച് ചേർന്ന് സംരക്ഷിക്കാൻ കോടതി എടുത്തിട്ട് അലക്കുന്നു. നല്ല അതിശക്തമായ രീതിയിൽ കോടതി ഇടപെടുക ചെയ്ത്. കോടതി പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. അല്ല, ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം നമുക്ക് ആദ്യം അറിയേണ്ടത്. രമേശ് ചെന്നിത്തല ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ്. ഈ സുധാകരനും ഞാൻ ഇയാളെ കുറിച്ച് വാർത്ത വെച്ചപ്പോൾ എന്നോട് സുധാകരൻ ഒന്ന് വിളിച്ച് ചോദിച്ചു, കുറച്ച് പതിയെ കൊല്ലത്തിലേ ചോദിച്ചു, ഇത്ര ശക്തിക്ക് എന്തിനാ കൊല്ലുന്നത് എന്നോട് സുധാകരൻ വിളിച്ച് ചോദിച്ചാ. എല്ലാ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇയാൾ സ്ഥാനാർത്ഥി ആക്കിയില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദം. ഞാൻ പറഞ്ഞേ ഇത്തരം പുഴുക്കുത്തുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു നിയമവും ബാധകമല്ല. ഏതറ്റം വരെ പോകും. ഇനിയും ഇപ്പോൾ കോടതി പറഞ്ഞെന്ന് വെച്ചോ, അനുമതിയൊന്നും കൊടുക്കത്തില്ല. കോടതിയെ ബഹുമാനമുള്ള ഒരു സർക്കാരുണ്ട് എല്ലാ അനുമതി കൊടുക്കത്തുള്ളൂ. എന്ത് കോടതി അവർക്ക്? ഇതിപ്പോൾ ആ മനോജ് എന്ന് പറയുന്ന കടകംപള്ളി മനോജ് എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് ഇത്രയെങ്കിലുമായി. രാജ്മോഹൻ, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ് ഈ ഇവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ. നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞു. ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തണം ഇവരെല്ലാവരുടെ മക്കൾ ഒരുമിച്ചാണെന്ന് പറയും. ആണ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ധാരണയിലെല്ലാം പോകുന്നത്. എന്തായാലും സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഇന്ന് സംഭവിച്ചത്. 2 കോടതി ഒരേ ദിവസം തന്നെ സംഭവിച്ചിരിക്കുന്ന 2 കോടതി വിധി. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോടതി പറയും, നാട്ടുകാർ പറയും, അവരിപ്പോൾ കോടതിക്കെതിരെ കേസെടുക്കാതിരുന്നാൽ മതി. കാരണം ഇഡിക്കെതിരെ കേസെടുത്ത മാതിരി കോടതിക്കെതിരെ ചിലപ്പോൾ കേസെടുത്തുകൾ. അല്ല, രാജൻ കേസിൽ കരുണാകരൻ രാജി, കോടതി പരാമർശം നടത്തി കരുണാകരൻ രാജിവെച്ചു. KP വിശ്വനാഥൻ എത്ര പേര് രാജിവെച്ചു? പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ കോടതിക്കും ജനങ്ങൾക്കും വിലയുണ്ടായിരുന്നു. ഇപ്പം ജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കുമെന്ന് ഭയമാണ്. ഇവർക്ക് ജനങ്ങളെയും പേടിയില്ല, കോടതിയെയും പേടിയില്ല. ഇവരെങ്ങനെയെങ്കിലും കട്ടുമുടിക്കുക, എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് എന്തായാലും അധികകാലം ഇവരെ സഹിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോടതി മുഖത്ത് നോക്കി ഇറങ്ങി പോടാ വിജയ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇത്? അടിസ്ഥാനപരമായിട്ട് കോടതി പറഞ്ഞ് ഇറങ്ങി പോടാ വിജയ എന്നാ. ഇതൊന്നും വിജയനെ ബാധിക്കത്തില്ല. ഇതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക, ഇതിനെയൊക്കെ അവർ കണ്ടോ സംഘിക്കോടതി എന്ന് പറയും. ഇവർ വേണമെങ്കിൽ സംഘിക്കോടതി തുലയട്ടെ കേട്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഒരു മുദ്രാവാക്യം? അതേതായാലും സംഘിക്കോടതി തുലയട്ടെ. മറ്റേ സ്വർണ്ണക്കടത്ത് അടിപൊളി പാട്ടായിരുന്നു. സംഘിക്കോടതി തുലയട്ടെ, ഞങ്ങളുടെ സ്വർണ്ണം ഞങ്ങൾ കക്കും, നിങ്ങൾക്കെന്താ കോടതിയെ, എന്തായാലും സർക്കാരിനെ അതിശക്തമായി എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് 2 കോടതികൾ. ഇന്ന് ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകൾ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ്. ഇതൊന്നും ഉളുപ്പില്ലാത്തവർക്ക് വിഷയമല്ല. അവർ ഇനിയും ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ മുമ്പോട്ട് പോകും. ഇതൊക്കെ കണ്ട് വിഡ്ഢിച്ചിരിച്ച് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.